നിരാഹാര സമരം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് മുന്നിൽ വീണ്ടും ഉപാധികളുമായി സോനം വാങ്ചുക്. 2 ഉപാധികളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികൾക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കണം. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ സുതാര്യമായ ചർച്ച അനുവദിക്കണമെന്നുമാണ് ആവശ്യം. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയ്ക്കും ജിതേന്ദ്ര സിംഗിനുമാണ് സോനം വാങ്ചുക്കിന്റെ കത്ത്. YS അഭിനന്ദ് വിവരങ്ങളുമായി ചേരുകയാണ്. അഭിനന്ദ്, CJP ഈ രാജ്യത്തെ ചെറുപ്പക്കാരുടെ സ്വപ്നവും പ്രതീക്ഷയും വിളക്കുമടങ്ങായി നിരാഹാരം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത് കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപാണ്. സോനം വാങ്ചുക് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ 2 ഉപാധികൾ വെച്ചിരിക്കുന്നു. മാധു, 1 ഇഞ്ച് പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ് സോനം വാങ്ചുക്. നിരാഹാര സമരം അങ്ങനെ അവസാനിപ്പിക്കില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു കത്താണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയ്ക്കും ജിതേന്ദ്ര സിംഗിനും അയച്ചിരിക്കുന്നത്. 2 ഉപാധികൾ കൂടി വീണ്ടും മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തിനെ അട്ടിമറിക്കാൻ ദില്ലി പോലീസ് നടപടികൾ സ്വീകരിക്കുന്നു, അത് അവസാനിപ്പിക്കണം. ഒപ്പം തന്നെ നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികൾക്ക് കൃത്യമായ നഷ്ടപരിഹാരം അത് കേന്ദ്ര സർക്കാർ ഉറപ്പാക്കണം. ഒപ്പം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്വീകരിച്ച നടപടികളിൽ നിന്നെല്ലാം കേന്ദ്ര സർക്കാർ മാറണം. കൃത്യമായ നഷ്ടപരിഹാരം, സുതാര്യമായ ചർച്ച അത് പാർലമെന്റിൽ ഉൾപ്പെടെ നടക്കണമെന്ന ആവശ്യം അത് കേന്ദ്രമന്ത്രിമാർക്ക് മുന്നിൽ വെച്ചിരിക്കുകയാണ്. ഇത് അംഗീകരിക്കുന്ന ആ നിമിഷം തന്നെ, ആ ഘട്ടത്തിൽ തന്നെ പ്രതിഷേധം അവസാനിപ്പിക്കുമെന്നും നിരാഹാര സമരം അവസാനിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രിമാർക്ക് മുന്നിൽ അയച്ച കത്തിൽ വ്യക്തമാക്കുന്നു. ഇന്നലെയാണ് കേന്ദ്രമന്ത്രിമാരായ ജിതേന്ദ്ര സിംഗും JP നദ്ദയും സോനം വാങ്ചുക്കിനെ ആശുപത്രിയിൽ നേരിട്ടെത്തി സന്ദർശിക്കുകയും നിരാഹാര സമരം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത് CJPയും ആവശ്യപ്പെട്ടു. പക്ഷേ 1 ഇഞ്ച് പോലും പിന്നോട്ടില്ല. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. നിരാഹാര സമരം അവസാനിപ്പിക്കില്ല. 2 ഉപാധികൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്ന് വീണ്ടും പറയുകയാണ് സോനം വാങ്ചുക്. വിവരങ്ങൾ നൽകിയത്. 2 നിരാഹാര സമരം അവസാനിപ്പിക്കാൻ 2 ഉപാധികളാണ് കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെച്ചിരിക്കുന്നത്.